വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനും കെട്ടിയവനും കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരിക? ഇപ്പൊ എൻ്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും. നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. എന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്കൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതാണോ സാർ? വായിച്ചോളൂ. എന്നെ തേച്ചതാണല്ലേ. ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. അതല്ല ഉദ്ദേശം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നതെല്ലാം എൻ്റെ ഒരു മരങ്ങാട്ടുപള്ളി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകും, വിവരദോഷികളാണ്. പഠിച്ചതെല്ലാം പൈതഗോറസ് തിയറി മുഴുവൻ കാണാതെ പഠിച്ച് എല്ലാവരും ഛർദ്ദിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇന്ന് അത് ആവശ്യമുള്ളവർ പഠിച്ചാൽ പോരെ. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. സാർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത്. ശരിയാണ് സാർ പറഞ്ഞാൽ, എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്യും. ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പയറ്റിയിട്ടൊന്നും ഒരു രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പരിപാടിയുടെ ഏക ഗുണം എന്താ അറിയോ? പൊതുവെ കേൾക്കാത്ത ഒരു പുകഴ്ത്തൽ കുറെ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ നാണക്കെടുത്തി. ആളുകള് അത്ര പുകഴ്ത്തേണ്ട വ്യക്തിയൊന്നുമല്ല ഞാൻ എൻ്റെ ലോകത്ത് എൻ്റെതായ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം? ഒരു സ്ഥലമില്ല അങ്ങനെ. എനിവേർ ഇസ് ഫൈൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ 2ാം തവണയല്ലേ വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?